അങ്ങനെ ഈ ബ്രദർ ക്ഷണിച്ചിട്ടാണ് ഇവള് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോ ഇവർക്ക് പിന്നീട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അത് കേട്ട് ഹീറോയിനും ഒന്ന് ഞെട്ടുന്നു. യഥാർത്ഥത്തില് ഇവൾ ഇങ്ങോട്ട് വന്നത് ഇവളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഈ ബ്രദർ സൈഡിലൂടെ ഹെൽപ്പ് ചെയ്ത് ഇവളെ വളയ്ക്കാനുള്ള പരിപാടിയിലാണ്. അതിനുശേഷം ആ ഒരു പ്രോഗ്രാം തുടങ്ങാനായിട്ട് പോവാണ്. ഈ ബ്രദറിന് മറ്റൊരു സൈഡിലാണ് സീറ്റ്. പക്ഷെ അവന് ഹീറോയിന്റെ അടുത്ത് ഇരിക്കാനുള്ള താല്പര്യം കാരണം അവിടെ ഭയങ്കര വോയിസ് ആണ്. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കയറി ഇരിക്കുന്നു. പക്ഷെ ഇവർക്ക് പിറകിലാണ് സീറ്റ് കിട്ടുന്നത്. അപ്പോ ഒരു സ്റ്റാഫ് ചോദിക്കുന്നത് മാഡത്തിന് എന്താണ് VIP സീറ്റ് കിട്ടാത്തത് എന്ന്. ആ ചോദ്യം കേട്ട് ഇവളൊന്ന് പതറുന്നുണ്ടെങ്കിലും അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പനി തരാനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോ അവരും മാഡത്തിന് എന്തൊരു എളിമയാണ് എന്ന രീതിയിൽ അവളെ പൊക്കി സംസാരിക്കുന്നു. അതിനുശേഷം ഈ ഒരു ലേലം വില സ്റ്റാർട്ട് ആവുന്നു. അതിൽ വരുന്ന സാധനങ്ങളൊക്കെ 5-10 മില്യൺ കൊടുത്ത് ആളുകൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇവൾക്കും ഷോ ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ 5 പൈസ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളോട് താല്പര്യമില്ല എന്നാണ്.